ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് വേൾഡ്. ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാടേക്കാണ്. വരിക്കാശ്ശേരി മനയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നെല്ലിയാമ്പതിയിലേക്കാണ്. നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വഴിക്ക് ചുരത്തിൽ ആനയൊക്കെ ഇറങ്ങിയിട്ട് റോഡൊക്കെ ബ്ലോക്ക് ആയിരുന്നു. അതിന്റെ ഒരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നെല്ലിയാമ്പതി മേലെ എത്തിക്കഴിഞ്ഞാൽ കേശവമ്പാറിന്റെ ആ ഭാഗത്തേക്ക് പോകുന്നതും സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോകുന്നതും രണ്ട് വഴി കാണാം. ഞങ്ങൾ നേരെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആ ഭാഗത്തേക്കാണ് പോയത്. വഴിക്ക് കുറച്ചു ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ 8 മണി മുതൽ 5 മണി വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അകത്ത് കയറി കഴിഞ്ഞാൽ ബുഷൊക്കെ വെട്ടി നിരത്തി നല്ലൊരു ഗാർഡൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് കുരുമുളകിന്റെ വള്ളിയാണെന്ന് തോന്നുന്നു. ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സും അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഓറഞ്ച് മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ സീസൺ അല്ല എന്നാണ് പറഞ്ഞത്. കുറച്ചു മുമ്പോട്ട് പോയപ്പോൾ ജാമ്പക്കന്റെ കൃഷിയിടാണ് കണ്ടത്. നിലത്ത് പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് പിരിച്ചിട്ടുണ്ട്. ജാമ്പക്ക വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാനാണെന്ന് തോന്നുന്നു. ഫ്രൂട്ട്സിന്റെ തന്നെ ഒരുപാട് മരങ്ങളുണ്ട്. ഇവിടെ ഒരു മരം നോക്കിയപ്പം വെൽവെറ്റ് ആപ്പിൾ എന്നാണ് കണ്ടത്. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു മരം ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അതിന്റെ മേലെ കുറെ കായ്കളുണ്ട്. എനിക്ക് തോന്നുന്നത് ബാദോളി നാരങ്ങ എന്നൊക്കെയാണ് നമ്മളോടൊക്കെ പറയാ. ഇതിന് ഒരുപാട് പേരുകളുണ്ട്. ഇത് ഓറഞ്ച് വിഭാഗത്തിൽപ്പെട്ടത് തന്നെയാന്ന് തോന്നുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് ഇതിന് പറയാൻ. ഇതിന് പ്രത്യേകിച്ച് ഒരു സീസൺ ഇല്ല, എല്ലാ സമയത്തും കായ്ക്കും. കുറച്ചുകൂടി മുമ്പോട്ട് നടന്നപ്പോഴാണ് നമ്മൾ ഇതുവരെ നോക്കി നടന്ന ഓറഞ്ച് മരം. സീസൺ അല്ലാത്തതുകൊണ്ട് മറ്റുള്ള മരത്തിലൊന്നും ഓറഞ്ച് കൂടുതലായിട്ടില്ല. പക്ഷെ ഇതില് ഓറഞ്ച് കുറച്ച് കായ്ച്ചിട്ടുണ്ട്. നമ്മൾ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് കാണാൻ പറ്റും. പഴുത്തിട്ടില്ല, പച്ചയാണ്. പഴുത്ത് വരുന്നേ ഉള്ളൂ. ഈ ഫാമിന്റെ പുറത്ത് നിന്ന് കുറെ ആൾക്കാർ ഓറഞ്ച് വിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടുന്ന് പറിച്ചതല്ല. അതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന നമ്മളെ നാട്ടിൽ കാണുന്ന പോലെയുള്ള ഓറഞ്ച് തന്നെയാണ്, ഇവിടുന്ന് പറിച്ചതല്ല. ഈ ഗാർഡനും മറ്റുള്ള സ്ഥലങ്ങളും ചുറ്റും കാണുവാൻ വേണ്ടി ഒരു ഏറുമാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും കയറി നോക്കുന്നുണ്ട് ഈ ഏറുമാടത്തിൽ. പ്രവേശന കവാടം മുതൽ ഏറുമാടം വരെ ഇതേപോലെ ബുഷ് രണ്ടു ഭാഗത്തും വെട്ടി ഒതുക്കി നന്നായി വൃത്തിയായി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനത്. 4 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം 5 മണിയാകുമ്പോഴത്തേക്ക് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. ചുരം ഇറങ്ങി ചെക്ക് പോസ്റ്റിൽ എത്താൻ ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ 4 മണിക്ക് തന്നെ ഇറങ്ങി. ചുരം ഇറങ്ങി പോകുമ്പോഴാണ് നമ്മൾ രസമുള്ളൊരു കാഴ്ച കണ്ടത്. കുറച്ച് പന്നികളും അവിടെ ചെറിയ പന്നിക്കുട്ടികളും. കുട്ടികളെ കാണാൻ നല്ല രസമുണ്ട്. നമ്മള് മാനിന്റെ ഒക്കെ ദേഹത്ത് കാണുന്ന പോലുള്ള ഒരു പുള്ളിയും വരയൊക്കെ ഉണ്ട് അവരുടെ ദേഹത്ത്. അവിടുന്ന് വീണ്ടും ചുരം ഇറങ്ങി പോകുമ്പോ അതാ നിൽക്കുന്നു ഒരു നല്ലൊരു സൈസ് കാട്ടി. വണ്ടികൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ അത് അവിടുന്ന് ഇങ്ങനെ പുല്ലുന്ന. ചുരം ഇറങ്ങി നമ്മൾ ചെക്ക് പോസ്റ്റ് എത്താറായി. പോത്തുണ്ടി ഡാമിന്റെ റിസർവർ ആണ് കാണുന്നത്. നമ്മൾ നേരെ പോകുന്നത് പോത്തുണ്ടി ഡാമിലേക്കാണ്. ഡാമിന്റെ പരിസരത്ത് കുതിരസവാരി വണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പാലക്കാട് നിന്നും 40 കിലോമീറ്റർ മാറി നെന്മാറ നെല്ലിയാമ്പതി റൂട്ടിലാണ് പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശന സമയം. ഇന്നത്തെ ദിവസം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. ഈ ഒരു സ്റ്റെപ്പിലൂടെയാണ് കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ടത്. കയറി ചെന്ന് കഴിഞ്ഞാൽ നെല്ലിയാമ്പതി മലനിരകളുടെ ഒരു അതിമനോഹരമായ കാഴ്ച നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ മലനിരകളിലൂടെ നമ്മൾ കയറി പോയിട്ടാണ് സീതാർകുണ്ടും കേശവൻപാറയും നമ്മളിപ്പോൾ പോയ ഓറഞ്ച് ഫാം ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് വന്നത് കൊണ്ടാവാം ഡാമിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു. ഇവിടെ താഴെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയകളും ടീ ഷോപ്പുകളും ഒക്കെ ഉണ്ട്. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നാട്ടിലേക്കാണ് പോയത്. ഇനി അടുത്ത സ്ഥലവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഈസ് സ്പൈസ് വേൾഡ്.